ആരാ? ഇതെവിടെ പോയ എന്റെ ജയിൽ പുള്ളി? ഒച്ചേനക്കൊന്നും ഇല്ലല്ലോ. രവി, രവി, രാത്രിയിലാണോ ഈ പരോളുകാരന്റെ ഒരു തമാശ? എന്ത് പറ്റി? എന്ത് പറ്റി രവി? എന്താ എന്താ ഒന്നും മിണ്ടാത്ത? What happened to you? രവി, എന്ത് പറ്റി മാഡം? പിള്ളേ ഒന്ന് പിടിക്കേ, അകത്തോണ്ട് കിടത്താം. എല്ലാ ടെസ്റ്റുകളിലും പെർഫെക്റ്റ് റിസൾട്ടാണ്. സ്കാനിങ്ങിൽ ബ്രെയിൻ യാതൊരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ പെട്ടെന്നുള്ളൊരു ഷോക്ക് കൊണ്ട് ഇങ്ങനെ സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അങ്ങോട്ട് പറയുന്നതൊക്കെ ചില സമയത്ത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. തലമണ്ട ഇടി വീണാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതിന് ഇന്നലെ രാത്രി ഇടിയും മഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഡോക്ടർ ഗ്രഹണ സമയത്ത് ആകാശം നോക്കിയാലും ഇങ്ങനെ ഉണ്ടാവാം. അങ്ങനെ വന്ന ആള് പോക്ക, അതിന് ചികിത്സയൊന്നുമില്ല. ഒന്ന് നിർത്തു പോറ്റി. സോറി മാഡം. ഇറ്റ് മൈ ബി എ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ. എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഡോക്ടർ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടില്ല. ഹസ്ബൻഡിന്റെ ഡിപ്രസ്ഡ് മൈൻഡിനെ നിങ്ങളെന്ന ഭാര്യ ഉണർത്തിയെടുക്കണം. അതിന് മെഡിസിനേക്കാളേറെ നിങ്ങളുടെ പരിചരണമാണ് ആവശ്യം. എന്തുമാത്രം ഗോഷ്ടിയാൻ കാണിച്ചു. ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗതികേട്. ഭാര്യ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും ഭർത്താവിന്റെ ഓർമ്മശക്തി വീണ്ടെടുക്കണമെന്ന്. ഞാൻ ആരാ, മനഃശാസ്ത്രജ്ഞനോ മാന്ത്രികനോ? എന്ത് ചെയ്യാൻ, മേളിൽ നിന്നുള്ള ഉത്തരവായി പോയില്ലേ. അതെ സാർ, ഒന്നുകൂടി ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. സാർ ആരാ? സബ് കളക്ടർ രവീന്ദ്രൻ. വേണ്ട, സാറിന്റെ ഭാര്യ ഒന്ന് ഓർത്തു നോക്കിയേ. ശ്രീദേവി IPS, കമ്മീഷണർ ഓഫ് പോലീസ്. ഇങ്ങോട്ട് നോക്ക്. അതിന്റെ രക്ഷയില്ല. പോട്ടെ, എന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. CI മന്മഥൻ പോറ്റി SI. CI മന്മഥൻ പോറ്റി SI. ഓ, മനസ്സിലായി. എന്റെ തൃപ്രയാറപ്പാ, ഇക്കുറിയെങ്കിലും മാഡത്തിന് മുമ്പിൽ എന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടി. പറയൂ, CI മന്മഥൻ പോറ്റി SI. പറഞ്ഞാട്ടെ, ആരാ? ആരാ? കൊരങ്ങന്നിന്റെ തന്തയാടാ. പാവം മേഡം, ഭർത്താവ് എന്ന് പറഞ്ഞ് തന്നെ ബെഡ്റൂമിൽ സ്റ്റാഫ് ചെയ്ത് വെക്കാൻ കൊള്ളാം. ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. ഞാൻ വരുന്നവരെ മര്യാദക്ക് ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ പട്ട് തപ്പ് കളക്ടർ. എന്റെ തൃപ്രയാർപ്പാ, മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഇതുപോലെ തലയിൽ ഇടി വീണ മന്ദബുദ്ധികളായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. എവിടെയാ മന്ദബുദ്ധി? ഇനി ട്രെയിനിങ് തുടരാം. முத்து அந்த ஃபைல் எல்லாம் தேடி பார்த்தேன், கிடைக்கல. கடவுளை நான் என்ன பண்ணுவேன்? സംസാരിക്കുന്നു. തൃപ്രയാറപ്പാ, രക്ഷപ്പെട്ടു. സാർ ഒന്നുകൂടി സംസാരിച്ചേ, സംസാരിക്കേ. நான் கூட അയ്യോ, ഇതെന്ത് ഭാഷ? நான் போனது உப்பங்கல்லுவா அந்த ஒத்துங்க. ലോകത്ത് ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടോ? കാണുമായിരിക്കും. ഭാഷ എന്തായാലും എന്ത്, വാ പൊട്ട സംസാരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഓപ്പറേഷൻ സക്സസ്, പ്രൊമോഷൻ എക്സസ്. ഞാനിങ്ങനെ കൂടെ കൂടെ വരുന്ന വിവരം ചേച്ചി എങ്ങാനും അറിയുമെന്നാ
എന്റെ പേടി. അത്രയ്ക്ക് പേടിയുള്ള ആൾ എന്തിനാ എപ്പോഴെന്നെ കാണാൻ വരുന്നത്? എന്തോ എനിക്കറിയില്ല. കിട്ടുവിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കണമെന്നാ മനസ്സിന്റെ മോഹം. അത്രയ്ക്ക് ഇഷ്ടമാ എനിക്ക്. ദേ ഇപ്പൊ തന്നെ മുന്നയുടെ കാല് പിടിച്ചിട്ടാ എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ചേച്ചി ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുന്നു. അനിയത്തി ഇഷ്ടമാണെന്ന് പറയുന്നു. ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ടത്? അപ്പോ എന്നെ വിശ്വാസമില്ല അല്ലേ? എന്തായാലും എന്റെ തമ്പുരാട്ടിയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഒരാഗ്രഹം ഞാൻ പറഞ്ഞാൽ സാധിച്ചു തരുമോ? എന്താ? എത്ര ദിവസമായി ഈ ഇരുട്ടുമുറിയിൽ കിടക്കുന്നു. ആകാശം കാണാൻ പോലും കൊതിയാവുന്നു. എന്നൊന്ന് പുറത്തിറക്കോ? അയ്യോ വേണ്ട. മുന്നെങ്ങാനും ചേച്ചിയോട് പറഞ്ഞാ? എന്തു പറഞ്ഞാ പിന്നെ മുന്നേ ഒന്നും പറയില്ല. കുറച്ചു നേരം നമുക്ക് ആ മുറ്റത്ത് നിൽക്കാം പ്ലീസ്. എന്താ പരിപാടി? സ്കൂട്ടർ കണ്ടപ്പോ ഒരു കൊതി. എന്ത് കൊതി? തന്നെ മുതുകിൽ ചേർത്ത് ഈ മുറ്റത്തൊന്ന് കറങ്ങാൻ പ്ലീസ്. അയ്യോ വേണ്ട കിട്ടു. ദേ ഈ ഇട്ടാവട്ടത്തിൽ വെറുതെ ഒരു കറക്കം പ്ലീസ്. കമോൺ കമോൺ. നിർത്തുന്ന പ്രശ്നം. എന്റെ ഈശ്വര എന്തേ കാണണേ? എന്താണ് നിങ്ങൾ മരണക്കിടന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിർത്താൻ പറഞ്ഞില്ലേ? അല്പം സ്വാതന്ത്ര്യം തന്നു തലേ കയറി കിട്ടു. നിർത്താൻ പറഞ്ഞത്. നിർത്താൻ എന്നെ കൊലയ്ക്ക് കൊടുക്കരുത് കിട്ടു പ്ലീസ്. നിർത്ത് നിർത്ത്. എന്തായി കാണിക്കുന്നത്? നിർത്താനല്ലേ പറഞ്ഞേ? പ്ലീസ് നിർത്താൻ. ഒന്ന് അടങ്ങിയിരിക്കും പെണ്ണെ. എങ്ങോട്ടേ പോന്നെ? നമുക്ക് അങ്ങ് ദൂരെ ഒരിടത്ത് പോയി സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിക്കാം. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. പോവില്ല. പ്ലീസ്. എന്താ കിട്ടും ഇതൊക്കെ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ തടവറയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങളുടെ എസ്റ്റേറ്റ് ഹൗസ് ആയത്. കാവൽക്കാരും കിങ്കരന്മാരും ഇല്ലാതെ നമുക്ക് ഇവിടെ കഴിയാം. സിന്ധു വാ. കറക്റ്റ്, താക്കോല് കിട്ടി. എന്താ സിന്ധുവിന് പേടി തോന്നുന്നുണ്ടോ? ചേച്ചി എങ്ങാനും അറിഞ്ഞ? അറിയില്ല. ഒരു ജീവി പോലും ഇവിടെ വരില്ല. അക്കാര്യത്തിൽ സിന്ധു പേടിക്കണ്ട. കമോൺ കമോൺ സിന്ധു, കമോൺ കം. വേണ്ട കിട്ടു, നമുക്ക് തിരിച്ചു പോവാം. കിട്ടുവിനെ വിശ്വസിച്ചിട്ടാ ഞാൻ സ്കൂട്ടറിൽ കയറിയത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ. ആ അതെ, ആ വിശ്വാസം നേടിയെടുക്കാൻ മാത്രമായിരുന്നു നിന്നെ ഞാൻ സ്നേഹിച്ചത്. കിട്ടു, നീ എന്താ കരുതിയത്? അറബിക്കഥയിലെ നായികയെ പോലെ മാനത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു മാലാഖയെ കണ്ടപ്പോ ഞാൻ ഭ്രമിച്ചു പോയെന്നോ? രക്ഷപ്പെടാനും പക തീർക്കാൻ ഒരു ആയുധം, അത് മാത്രമായിരുന്നു നീ. കിട്ടു. അതേടി മുകുന്ദന്റെ മകനടി ഞാൻ. ആ ചൂടും ചൂരി ഏറ്റാ ഞാൻ വളർന്നത്. എന്റെ അച്ഛനെ തകർക്കാനും തളർത്താനും നിന്റെ ചേച്ചി എന്നെ ഒരു കരുവാക്കി. ഇപ്പൊ നിന്റെ ചേച്ചിയെ തളയ്ക്കാൻ എന്റെ കരു നീയും. പൊന്നും പണവും നിങ്ങൾ കൊള്ളയടിച്ചു. പക്ഷേ നേടാൻ പറ്റുന്നതേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പകരം ഞാൻ കൊള്ളയടിക്കുന്ന എന്താണെന്നറിയോ? നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു നേടാൻ പറ്റാത്ത ഒന്ന്, നിന്റെ മാനം. അതെ, നിന്റെ ചേച്ചിയുടെ നെഞ്ചിൽ തൊടുക്കുന്ന എന്റെ ആദ്യത്തെ അമ്പ്. പ്രതികാരം ചെയ്യാൻ ബോംബെന്ന് വന്ന രണ്ട് മോഹിനികൾ. വേണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കാം.
പൊട്ടിയതാ എന്നെ രക്ഷിക്കണം. കിടന്നു ചേച്ചി